നടക്കട അങ്കലവാടിക്ക് ഇജെന്താ പോവൂലാന്ന്. നിങ്ങൾക്ക് ഉപ്പുമാവ് കിട്ടാനല്ലേ ഞാൻ ബാൽവാടിക്ക് വന്നേക്കണേ. എടിജ് വലത്തോട്ടാണ് തിരിയണിച്ചെങ്കിൽ ഇൻഡിക്കേറ്റർ വലത്തോട്ട് ഇടണം, ഇടത്തോട്ടാ തിരിയണിച്ചെങ്കിൽ ഇടത്തോട്ട് ഇടണം. എന്നാലേ പിന്നിൽ വരുന്ന ആൾക്കാർക്ക് ജങ്ങട്ടാ പോണെന്ന് മനസ്സിലാവുള്ളൂ. ആഹാ, അങ്ങനെ ഞാൻ അങ്ങോട്ടാ പോണെന്ന് ഒരു ചെറ്റകളും അറിയണ്ട. ആ കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് ദിവസം തന്നെ അടുക്കള കയറിയത് നന്നായി. നിന്റെ ഭാര്യയുടെ കൈപ്പുണ്യം എന്താന്ന് അറിയാലോ. ഇതെന്താ? ഏത്? ഹായ് മുത്തേ, നീ ചിരിക്കുകയാണെങ്കിൽ നിന്റെ പുഞ്ചിരി എനിക്ക് തരൂ, നീ കരയുകയാണെങ്കിൽ നിന്റെ കണ്ണീര് എനിക്ക് തരൂ, നീ ഉറങ്ങുകയാണെങ്കിൽ നിന്റെ സ്വപ്നങ്ങൾ എനിക്ക് തരൂ. ഞാനിപ്പോ കക്കൂസിലാടാ. വാപ്പാ, ഇന്ന് പുലർച്ചെ സ്പെഷ്യൽ ക്ലാസ് ആണ്, ഞാൻ പോവാട്ടോ. ശരി ശരി. എനിക്കൊരു ടിക്കറ്റും പാടെ കിട്ടോ? ഫസ്റ്റ് കിട്ടണ മീന് പള്ളിക്കത്തെ മോലേർക്ക് കൊടുക്കാൻ നീർച്ചാക്ക. ഇത് വലിയ മീനാണല്ലടാ. ഇത് മോലേർക്കൊന്നും കൊടുക്കണ്ട, ഇത് ഞമ്മക്ക് പൊരിച്ച് തിന്നാ. ജോ മീൻ പോയി. ഈ മോലേർക്ക് തമാശയും പോവില്ല. പരിഷ്കാരികൾ ഇതിന് ബോളിയറോ പിക്കപ്പ് എന്നൊക്കെ പറയും. പച്ച മലയാളീസ് പീപ്പിൾ കാൾ മീ നായിക്കുർക്കൻ. ഇന്നെങ്കിലും നമ്മള് സീരിയലത്തെ പ്രേമവും പൗർണമിയും ഒന്നിച്ചാ മതിയായിരുന്നു. ഇമ്മ, ഞാൻ ആ മയമാക്കാന്റെ മകളുമായിട്ട് ഇഷ്ടത്തിലാണ്. ഓളെ ഞാൻ വിളിച്ചിറക്കി കൊണ്ടട്ടെ. ഓളേട്ടിച്ചിന്റെ പെരീക്കെങ്ങാനും വന്നിട്ടുണ്ട്, എന്റെ കജ്ജും കാലും ഞാൻ തച്ചൊടിച്ചു നോയിക്കച്ചു. മനേജ് ഇങ്ങോട്ട് പോരെ, അണക്കില്ലത് വടുക്കിണിയിൽ വെച്ചിട്ടുണ്ട്. തന്നെ വാ വാ വാ. ഇത് കുടുംബത്ത് പറയിപ്പിച്ചും അല്ലടാ, കുടുംബത്തിൽ പറയിപ്പിച്ചും. പെണ്ണാണാൻ വന്നിട്ട് ഒന്നും സംസാരിക്കാതിരിക്കണ ശരിയല്ലല്ലോ. കുട്ടി ബഷീറിന്റെ പ്രേമലേഖനം വായിച്ചിട്ടുണ്ടോ? ലെറ്റർ വാങ്ങിയെന്നുള്ളത് നേരാണ്, പക്ഷെ സത്യമായിട്ടും ഞാൻ അത് കീറിക്കളഞ്ഞു. വാപ്പാ, ചായയോട് മതിയാക്കി പോവാ. എന്റെ കൂട്ടുകാരത്തികൾ ഈ പെരീക്ക് വന്നിട്ട് നിങ്ങൾ ഓലോട് ഒരക്ഷരം മുണ്ടിയോ? ഒലക്ക മുണിങ്ങിയ മാതിരി ശ്വാസം പിടിച്ച് നിക്കല്ലേ നിങ്ങൾ ചെയ്തത്? എടി, ശ്വാസം മുട്ടി കഴിഞ്ഞാ ഇന്റെ കുമ്പ പുറത്ത് ചാടും. എന്നിട്ട് വേണം ഞാൻ ഓലടിയില് നാണം കെടാന്. എന്റെ കളിയൊന്നും നടക്കൂല. ഭർത്താവ് അറിയാതെ അവരുടെ കീസയിൽ നിന്നും പൈസ എടുക്കാറുണ്ടെന്ന് പ്രമുഖ നടി. ഞാനും നിങ്ങൾ കീസിന് പൈസ എടുക്കലൊക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങനെ പാടി നടക്കലൊന്നുമില്ല. അല്ല, ഞാൻ അന്നുദ്ദേശിച്ച് പറഞ്ഞൊന്നല്ല. സുലു അവിടെ ചങ്ങായി, ആദ്യ രാത്രി തന്നെ എന്റെ ഭാര്യ ചളി വിറ്റടിച്ചോണ്ടിരിക്കാണ്. എനിക്ക് ആകെ പ്രാന്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ രണ്ടാണ് പൊട്ടിച്ചാലോ? ഓലെന്ത് ചളി വിറ്റടിച്ചാലും അതാണ് ചിരിച്ചു കൊടുത്തോണ്ടു. ഞാൻ അതിലിപ്പോ കാട്ടല് വേറെ ഒന്നിനെ തെരഞ്ഞ് കണ്ടുപിടിച്ചാർന്ന ചില്ലറ കാര്യം തന്നെ വിചാരം. എന്നാ ശരി, ഓള് വരുന്നുണ്ട്. ഫസ്റ്റ് നൈറ്റ് ആയിട്ട് പാലും പഴമൊന്നും കൊടുത്തിട്ടില്ലേ? പാലും പഴമൊക്കെ തിന്നാൻ ചേട്ടന് തത്തമ്മയാണോ? എന്ത് പറ്റിയടാ കാലിന്? കാലിന്റെ അഴക് പൊട്ടിയടാ, കുടുങ്ങി, നടക്കാനും വെച്ച. ജീ പോക്കോയി കഴിഞ്ഞ എപ്പ പെരേക്കെത്താനാ? ഞങ്ങള് സഹായിച്ച തന്നെ. ഇജ് കുതിര അഴിച്ചാൻ നിക്കരുത്. ഇനിയിപ്പോ പെണ്ണിനും ചെറുക്കനും എന്തെങ്കിലും പറയണ്ടെങ്കിൽ ഓല് പറഞ്ഞോട്ടെ. പറഞ്ഞോ? നിങ്ങൾക്ക് പച്ചമാങ്ങ പൗത്തമാങ്ങ ഇഷ്ടം? ചനച്ചത്. ഇച്ചും. കല്യാണം സൽക്കാരൊക്കെ കഴിഞ്ഞപ്പോ കജ്ജിലില്ല പൈസ ഒക്കെ കഴിഞ്ഞു. ലീവ് അജ്ജാനൊന്നും ഞാൻ നിക്കണില്ല. ഞാൻ ദുബായിക്ക് തന്നെ തിരിച്ചു പോവാ. 2 ആളെ പണയം വെച്ചാ തീരുന്ന പ്രശ്നല്ലേ ഉള്ളൂ. അതിപ്പോ എന്തൊക്കെ ഇന്റെ സ്വർണ്ണം നിങ്ങൾക്കും പാടുള്ളതല്ലേ? എനിക്കിന്ന് ചിക്കനാണല്ലേ. ഒന്നും ഉണ്ടായിരിക്കണം മറ്റത്തെ 2 പീസ് അനക്കാൻ തരേ. അണക്കുന്ന എന്താ സ്പെഷ്യല്? ഉള്ളി സമ്മന്തി. എന്റെ അമ്മയും ഭാര്യ ഒരുമിച്ചിട്ടാണല്ലോ വരുന്നത്. എന്തോ പുതിയ കെണിയായിട്ട് ഇറങ്ങിക്കാണ്. ഇത് ഉമ്മ ഉണ്ടാക്കിയത്, ഇത് ഞാൻ ഉണ്ടാക്കിയത്.
ഇതിലേതാ ടേസ്റ്റ്? കയറി വാ. ഇതാരാ? ഇത് ഞാനെന്നെ, നിങ്ങളെ ഭാര്യ. അപ്പൊ ഞാൻ കുറച്ചു മുന്നേ കല്യാണം കഴിച്ചതോ? അതും ഞാനെന്നെ. ഞാൻ എന്റെ മേക്കപ്പ് ഒന്ന് കഴുകി വന്നതാ. എന്നും ഈ ഒരു കൂട്ടാനെന്നെ. ഇച്ചെന്ന് ചോറ് വേണ്ട. ഇഞ്ച കുട്ടിയെ ആദ്യം പറഞ്ഞേക്കാന്നുണ്ടെങ്കിൽ ഇരുന്നായി അരി കുറച്ചിടാഞ്ഞു. പെരക്കാർക്ക് ഇന്നെ തീരെ വില ഇല്ലാതായിക്കണു. ഇവരെ അങ്ങനെ വിട്ടാ പറ്റൂല. എന്തീ കാട്ടിക്കണേ? ഈ പെരയിലേക്ക് തിന്നൊന്നും വേണ്ടേ? പക അത് വീട്ടാനുള്ളതാണ്. ഈ വീട്ടിലാകെ പ്രശ്നമാണ് പണിക്കരെ. ഒന്ന് കബഡി നിർത്തി നോക്കൂ. ഇവിടെ ആരെങ്കിലും ബൈക്ക് ഓടിക്കുന്ന ആളുകളുണ്ടോ? എന്താ പണിക്കരെ? സത്യം പറ, ഇവിടെ ആരെങ്കിലും ബൈക്ക് ഓടിക്കുന്ന ആളുകളുണ്ടോ? ഞാനാണ് ബൈക്ക് ഓടിക്കുന്ന ആള്. ഇന്നൊന്ന് പേരേക്കാക്കി തരുമോ? കബഡി എടുക്കാൻ മറന്നു. ജാതകം തരൂ. നിങ്ങളുടെ പേര് ശശി, മക്കൾ 2 ആണും 1 പെണ്ണും. നിങ്ങൾ ഇന്നലെ 2 കിലോ പഞ്ചസാരയും 3 കിലോ ഗോതമ്പും വാങ്ങി. എന്താ ശരിയല്ലേ? ശരിയാണല്ലോ പണിക്കരെ. ഇറങ്ങി പോട കോപ്പേ. റേഷൻ കാർഡാണ് കൊടുത്തിട്ടുണ്ട് ജാതകത്തിന്. പാലക്കാട് റൂട്ടിലുള്ള 10 പീഡിയ റൂം അണക്ക്. പെന്തലമണ്ണങ്ങാടിയിലുള്ള 2 ഫ്ലാറ്റും വീടും അണക്കും. ഇതിന് മാത്രം മുതലൊക്കെ ഉണ്ട് എന്റെ വാപ്പാക്ക്. ഒലക്കെയാണ്, മാധ്യമ പേപ്പറിന്റെ ഏജന്റ് ആണ്. പേപ്പറിനുള്ള റൂട്ട് പറഞ്ഞെന്താണ് ഇപ്പോ? ഡോക്ടർ മുനീർ. ആ ഡോക്ടറൊക്കെ ഇവിടെ ഉണ്ട്. എന്നാലേ പെട്ടെന്നൊരു ടോക്ക് എടുത്തേക്ക്. ടോക്കണും ബുക്കിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. അയാൾ ഇവിടെ ഈച്ചിലാക്കിയിരിക്കാണ്. ഇതെന്റെ പണിയൊക്കെ ഒരുങ്ങിട്ട് ആക്കാൻ പോലെ കുറച്ചിറച്ചാരേ നിങ്ങളെ. അനക്കുവാണെങ്കിൽ ഒരു കുഞ്ഞിക്കയില് തരണ്ടേ പൊന്നാരമളെ ഞെച്ചതാരോടും പറയും ചെയ്യരുതേ. തൂക്കാത്തരത്തിലിട്ടിയാൽ കൊണ്ടുപോയിക്കൊണ്ടു. നീ മറ്റേ ജന്തു കുടിച്ചിട്ടുണ്ടല്ലോ, എന്താ അതിന്റെ പേര് സുധാറിന്. ഓളൊന്നും ഈ സൂതൻ എന്തെങ്ങൾക്ക് ഇത്ര ചോണമോത കാണുമ്പോഴത്തിന് കാലുമോ കൂടി വണ്ടിക്കാരും. ഓൾക്കൊന്നും കൊടുക്കാൻ നിക്കണ്ട. തരികയാണെങ്കിൽ ഇച്ചേരിയോണ്ടോ. ഇന്ന് മീൻചാറാണല്ലേ? കുറച്ചിങ്ങട്ട് അല്ലെങ്കിൽ വേണേ ഉണക്കമീൻ കുട്ടി അഡ്ജസ്റ്റ് ചെയ്തോളാം. പഠിച്ചോണ്ടെ നേരം കൊറേ ആയല്ലോ. ഇനി വാപ്പാനോട് എന്താ പറയാ? ഐഡിയ എവിടെ ഇത്ര നേരം? എന്നും രാവിലെ കിണറ്റിന്ന് വെള്ളം കോരിക്കോടുന്ന് റെഡിയാക്കി വെച്ചിട്ടാ ഞാൻ തൊടുക്ക് വെളിക്ക് ഇരിക്കാൻ പോവല്. തിരിച്ചു വരുമ്പത്തിന് എന്റെ മൂരിക്കുട്ടി അത് തട്ടിമറിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇപ്പൊ എന്താ കാട്ടിച്ച്? ആദ്യമാണ് കഴുകി, എന്നിട്ട് പോയിട്ട് വിളിക്കിരുന്നു. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? എസ് ഐ സാറേ, ഓന്റെ ഭാര്യനെ കാണാനല്ല, എത്രയും പെട്ടെന്ന് കണ്ടെത്തി തരണം. ഓന്റെ ഭാര്യനെ കാണാത്തിന് അണക്കെന്തത്ര ഇറങ്ങിയാടാ? ഓന്റെ സന്തോഷം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല സാർ. അല്ലടാ, എന്റെ കടയിൽ പൊരിഞ്ഞ തിരക്കാണല്ലോ. അതിന്റെ ട്രിക്ക് ഒന്ന് പറഞ്ഞിരുന്നു. എനിക്ക് ഈ മലയാളികളെ സ്വഭാവം അറിയില്ലേ? തിരക്കിലെ കടയ്ക്ക് ആള് കയറുള്ളൂ. അതുകൊണ്ട് ഞാൻ തിരക്കാനായിട്ട് കുറച്ച് പണിക്കാരാണ് വെച്ചു. ആ തിരക്ക് കണ്ടിട്ട് കുറെ ആൾക്കാർ കയറി. ഇപ്പൊ പൊരിഞ്ഞ കച്ചവടാടാ. 5 5 5. അല്ല, എന്തെങ്കിലും 5 5 എന്ന് പറഞ്ഞോണ്ടിരിക്കണേ? വാ വാ വാ. 6 6 6. ഇതിന്റെ ചെവിയില് പഞ്ഞി വെച്ചിക്കണ്. ഇന്ത്യക്കെന്ന് അറിയാതെ കുറച്ച് തിളച്ച വെള്ളം കാൽമക്കൂടെ പോയി. അതില് ചെവിയിലാ പഞ്ഞിക്കുക. ഇന്റെ കാൽമക്കൂടി അല്ല, നിങ്ങളമ്മല്ലേ എന്റെ അമ്മായിമ്മ, ഓല കാൽമക്കൂടിയാ പോയി. നിക്ക നിക്ക നിക്ക, ഞങ്ങളുണ്ട്. എന്താണ് സെൽഫി അല്ലപ്പത്? കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, റോഡ് നിയമങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ്. അതിന് റോഡ് എവിടെ? റോഡ് എവിടെ? അല്ല, അതിപ്പോ വിദ്യാർത്ഥികളുടെ എന്താവശ്യമുണ്ടെങ്കിലും അത് നടത്തി കൊടുക്കുന്നവരാണ് ഞങ്ങൾ അധ്യാപകര്. സാറേ, എനിക്കൊരു 2000 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അല്ല, നാട് ഉറപ്പിച്ചിരുന്ന ഗുണ്ടല്ലേ? അനക്ക് എന്റെ ഭാര്യനെ നിലക്കെടുത്താൻ വെക്കൂലേ? ഞാനതോട് പറഞ്ഞു. എന്നിട്ടോ? അതിലോള് ഇങ്ങനെയും കാട്ടിട്ട് ഓളൊരു പോക്കാ.
ഒരു വിലയില്ലടാ. എടാ ശാസ്ത്രജ്ഞന്മാര് ചൊവ്വയില് വെള്ളം ഐസൊക്കെ കണ്ടെത്തിക്കണത്രടാ. എന്നാ പിന്നെ നമുക്കൊരു ഫുള്ളും പിന്നെ ടച്ചിങ്സ് ഒക്കെ എടുത്ത് അങ്ങോട്ട് പോവുക. എല്ലാത്തിനും നമ്മൾ ശാസ്ത്രജ്ഞന്മാരെ ബുദ്ധിമുട്ടിച്ചോണ്ട് ശരിയല്ല. ഓക്കെ.